മുണ്ടക്കൈ ടൗൺഷിപ്പിലെ വീടിന് വിള്ളൽ ഉണ്ടായിട്ടില്ലെന്ന് മന്ത്രി കെ രാജൻ. മേൽക്കൂരയിൽ വെള്ളം കിനിഞ്ഞു വന്ന പാടുണ്ട്. വീട് കൈമാറിയിട്ട് പ്രശ്നം വന്നാലാണ് ഗൗരവം. താമസിക്കാൻ തുടങ്ങിയ ശേഷം പ്രശ്നങ്ങൾ വന്നാൽ ഊരാളുങ്കൽ സമാധാനം പറയേണ്ടി വരും. അത് സർക്കാരിന്റെ ഗ്യാരണ്ടിയാണെന്നും മന്ത്രി രാജൻ. പരാതി ഉയർന്ന വീട് മന്ത്രി പരിശോധിച്ചു. വെള്ളം കിരിഞ്ഞു കാണുന്നു, അവിടെ അവർ അടയാളപ്പെടുത്തും. അടയാളപ്പെടുത്തിയതിന് ശേഷം അതിന്റെ മീതെ എങ്ങനെയാണ് വെള്ളം കിരിഞ്ഞ് ഇറങ്ങുന്നതെന്ന് മനസ്സിലാക്കാൻ ഒരു എക്സ്പോസി ട്രീറ്റ്മെന്റ് നടത്തും. ആ ട്രീറ്റ്മെന്റ് നടത്തിയതിന് ശേഷം വീണ്ടും അവിടെ വെള്ളം അടിക്കും. വെള്ളം വീണ്ടും കിരിയുന്നുണ്ടെങ്കിൽ വീണ്ടും അത് ക്യൂർ ചെയ്യാനുള്ള നടപടി സ്വീകരിക്കും. ഇത് കഴിഞ്ഞതിന് ശേഷം വെള്ളം കിനിയുന്നില്ല എന്ന് ഉറപ്പുവരുത്തി അതിന്റെ മീതെ വാട്ടർ പ്രൂഫിങ്ങും നേരത്തെ ഞാൻ പറഞ്ഞ പോലെയുള്ള കോൺക്രീറ്റിംഗ് നടത്തും. അത് കഴിഞ്ഞിട്ടാണ് അവിടെ ആളെ താമസിപ്പിക്കുക. താമസിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ എന്തെങ്കിലും ലീക്കേജ് ഉണ്ടായാൽ എന്ത് ചെയ്യും? നമ്മുടെ വീട്ടിലാണെങ്കിൽ എന്ത് ചെയ്യും? അവന്റെ ചെവിട് പിടിക്കും, പണിതവന്റെ. ആ ചെവിട് പിടുത്തം ഗവൺമെന്റും തുടരും. അത്രേ ഉള്ളൂ. മന്ത്രി കെ രാജന്റെ പ്രതികരണമാണ് കേട്ടത്. എം കമൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. കമൽ, ഇപ്പോൾ ഈ മന്ത്രി പരിശോധിക്കും ഉൾപ്പെടെയുള്ള ദൃശ്യങ്ങളൊക്കെ പുറത്തു വരികയും ചെയ്തിരുന്നു. അദ്ദേഹം എന്താണ് പറയുന്നത്? വീടിന് വിള്ളലില്ല എന്ന് അദ്ദേഹം സ്ഥാപിക്കുന്ന കാര്യങ്ങൾ എന്താണ്? കഴിഞ്ഞ ദിവസം ഊരാളുങ്കലിന്റെ CEO ഈ കാര്യങ്ങൾ വിശദീകരിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് മന്ത്രി ആവർത്തിക്കുന്നത്. അതായത് ഇത് സ്ലാബിലുള്ള ഒരു വിള്ളലല്ല, ഈ ചൂട് കൂടിയ സമയത്തുണ്ടാകുന്ന പ്രത്യേക ഒരു ടെക്നിക്കൽ ഷ്രിങ്കിങ് ക്രാക്ക് എന്ന് ഇന്നലെ അവർ വിശദീകരിച്ചതുപോലെയുള്ള ഒരു സംഭവമാണ്. അത് ഊരാളുങ്കൽ കമ്പനിയുടെ തന്നെ ക്വാളിറ്റി ചെക്കിങ്ങിന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിലാണ് ഇത് കണ്ടെത്തിയതെന്നും അവർ ഇന്നലെ വിശദീകരിച്ചിരുന്നു. അത് ക്യൂർ ചെയ്യാനുള്ള, അത് പരിഹരിക്കാനുള്ള നടപടികൾ ഇതിനോടകം തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് എന്നും പറഞ്ഞിരുന്നു. അതുതന്നെയാണ് മന്ത്രിയും വിശദീകരിക്കുന്നത്. മന്ത്രി പറയുന്ന മറ്റൊരു കാര്യം, ഈ സ്ഥലത്തിന്റെ പട്ടയവും ഓണർഷിപ്പൊക്കെ കൈമാറിയെങ്കിലും വീടുകൾ ഈ ദുരന്തബാധിതർക്ക് കൈമാറിയിട്ടില്ല, താക്കോൽ കൈമാറിയിട്ടില്ല. അതിനുശേഷമാണ് ഇത്തരം ഒരു പ്രശ്നം വരുന്നതെങ്കിൽ അത് വളരെ ഗൗരവമാണ്. ഇപ്പോൾ ഊരാളുങ്കലിന്റെ അവരുടെ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യം തന്നെയാണ് ഉള്ളത്. അതുകൊണ്ട് പൂർണ്ണമായും പരിഹരിച്ചതിന് ശേഷമേ ഈ ഗുണഭോക്താക്കൾക്ക് കൈമാറുകയുള്ളൂ. അതിനുശേഷം പ്രശ്നം വന്നാൽ അതിന് കരാർ കമ്പനി സമാധാനം പറയേണ്ടി വരും. മാത്രമല്ല, മറ്റൊന്നുകൂടി മന്ത്രി പറഞ്ഞു, ഒക്ടോബർ 31 ടൗൺഷിപ്പ് പൂർണ്ണമായും സജ്ജമാകേണ്ട കാലാവധി. അതിനു മുൻപ് ഈ കരാർ അനുസരിച്ച് ടൗൺഷിപ്പ് പൂർത്തിയായില്ലെങ്കിൽ ഈ കരാർ കമ്പനി സമാധാനം പറയേണ്ടി വരുമെന്നും മന്ത്രി പറയുന്നു. മന്ത്രി കയറി നിന്ന ഈ സീലിംഗിലെ ഈ വെള്ളം കിനിഞ്ഞിറങ്ങിയ ഭാഗം പരിശോധിക്കുകയും ചെയ്തു ഇതിന്റെ ഭാഗമായി ഈ അവിടെ സന്ദർശിച്ച ശേഷം. ശരി, എം കമലാണ് വയനാട്ടിൽ നിന്നും വിവരങ്ങൾ നൽകുന്നത്. സർക്കാരിന്റെ ഗ്യാരണ്ടിയാണ് വീടുകൾ എന്നുള്ളതാണ് മന്ത്രി പറയുന്നത്.